ഹരി ഓം. മുകുന്ദമാല എന്ന പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടാം. അത് കുലശേഖര പെരുമാളാണ് അതിൻ്റെ കർത്താവെന്ന് ഈ കാവ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ കുലശേഖരൻ ദക്ഷിണ ഭാരതത്തിലെ വിഷ്ണു ഭക്തന്മാരുടെ പരമ്പരയിൽപ്പെട്ട കുലശേഖര ആഴ്വാരാണെന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ കുലശേഖര രാജാവും ഈ കുലശേഖര ആഴ്വാരും രണ്ട് കാലങ്ങളിൽ വേറെ ഭിന്ന കാലങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണെന്ന് ഒരു തർക്കവുമുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയമല്ല. എങ്കിലും അതിൻ്റെ ഒരു അവതാരിക പോലെയുള്ളതിനകത്ത് കാണുന്ന കാര്യം നമ്മൾ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കുലശേഖര രാജാവ് തന്നെ രചിച്ചതാണെന്നറിയുന്നത് കൊണ്ട് വളരെ ആ വിഷ്ണു ഭക്തന്മാർക്ക് വളരെ സന്തോഷവുമുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ മുകുന്ദമാലയുടെ ആ രചന സമയം എന്നാണ് അത് രചിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ചും ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതരുടെ ഇടയിലുണ്ട്. ഇത് ക്രിസ്തുവർഷം 1-ാം ശതകത്തിലോ 2-ാം ശതകത്തിലോ രചിച്ചതാണെന്നാണ് ഒരു ഭാഗം പറയുന്നത്. 13-ാം ശതക ആരംഭത്തിൽ മുതൽക്ക് തന്നെ ഈ കാവ്യം ഭാരതത്തിലുടനീളം പ്രചാരം നേടിയിരുന്നതിന് വേറെ തെളിവുകളുമുണ്ട്. അപ്പോൾ ഇത് ഭഗവാനെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച ഓരോ ശ്ലോകങ്ങളിലും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്, ഒരു മാല പോലെ. അതാണ് മുകുന്ദമാല എന്നുള്ള ആ പേരിന് അന്വർത്ഥമാക്കത്തക്ക രീതിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ശ്ലോക സംഖ്യയുടെ കാര്യത്തിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതും ചിലതിനകത്ത് 34, 40, 54 അങ്ങനെ അത് ചിലതൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ട് ചിലർ. അപ്പം ഈ ഒരു ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ദേവി ബുക്ക് സ്റ്റോളുകാരെഴുതിയിരിക്കുന്നതിനകത്ത് വളരെ വിശദമായിട്ട് തന്നെ അവരത് നന്നായിട്ട് തന്നെ അത് എഴുതി 64 ശ്ലോകങ്ങൾ ആണ്. 64 എൻ്റെ ഓർമ്മ. 67 ശ്ലോകങ്ങളുണ്ട്. അത് ആ കായേന വാച ഉൾപ്പെടെ കേട്ടോ. അത് നമ്മൾ ഭാഗവതത്തിൽ ഉള്ള ശ്ലോകമാണ്. അതുകൊണ്ട് അങ്ങനെ 67 ശ്ലോകങ്ങളാണ് അവർക്കുള്ളത്. പിന്നെ ചിലതൊക്കെ ഈ നാമാവലികൾ പോലെ എഴുതിയിരിക്കുന്നത് അവർ വിട്ട് കളഞ്ഞി അത് കൂട്ടിയിട്ടില്ല. അങ്ങനെ നാമാവലി മാത്രമാണ് അത് എന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. കാരണം ചില പുസ്തകങ്ങളിൽ ഈ നാമാവലിയായിട്ടുള്ള 3 ശ്ലോകങ്ങൾ പ്രചരിച്ച് കാണുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൽ ആ കാര്യം പ്രധാനമായിട്ട് പറയുന്നില്ല. അത് ഒരു നാമാവലിയായിട്ട് അത് ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്തപ്രിയ ചക്രപാണി ശ്രീ പത്മനാഭാച്യുത കൈഡഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അങ്ങനെ തുടങ്ങുന്ന 3 ശ്ലോകങ്ങളുണ്ട്. യുഗ്മകം ആണത്. അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോഭിനവക്തി കശ്ചിത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. പിന്നെ ഒരു ശ്ലോകം കൂടെ. ഗോവിന്ദ കേശവ ജനാർദ്ദന വാസുദേവ വിശ്വേശ വിശ്വമധുസൂദന വിശ്വരൂപ ശ്രീ പത്മനാഭ പുരുഷോത്തമ പുഷ്കരാക്ഷ നാരായണാച്യുത നൃസിംഹ നമോ നമസ്തേ. അപ്പോൾ അതൊക്കെ ഒരു നാമാവലിയായിട്ട് വെച്ചിരിക്കുന്നു. അത് അത്രയുമാണ് ഇതിൻ്റെ. പിന്നെ പദാനുപദ, അതായത് ഓരോ ഓരോ ശ്ലോകങ്ങൾക്കും മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം. ഇവരുടെ നമ്മുടെ ദേവി ബുക്ക് സ്റ്റോളുകാർ ശൃംഗപുരം കൊടുങ്ങല്ലൂർ ആണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്.
പിന്നെ അതിൻ്റെ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ CK ചന്ദ്രശേഖരൻ നായരാണ്. മൂലം എഴുതിയിരിക്കുന്നത് വൃത്താനുവൃത്ത വിവർത്തനമാണ് കേട്ടോ. കുലശേഖര പെരുമാൾ എന്ന് തന്നെ പേര് എഴുതിയിട്ടുമുണ്ട്. എന്താ ഈ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ ആ പേര് പറയുന്നുണ്ട്, കുലശേഖര പെരുമാൾ എന്ന്. അത് കുലശേഖര പെരുമാളും ആൾവാരും അവർ രണ്ടും ഒന്നാണോ രണ്ട് പേരാണോ എന്നുള്ള തർക്കമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. മുഖവുരയായിട്ട് പറയാനായിട്ട് മുകുന്ദ മാല തന്നെയാണിത്. ഒരു 64 ശ്ലോകങ്ങളുള്ള ഒരു ചെറിയ പുസ്തകം. പക്ഷേ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ഓരോ ലീലകൾ നല്ല സുന്ദരമായ പല വൃത്തങ്ങളിൽ നന്നായിട്ട് എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും നിത്യപാരായണത്തിന്, അതുപോലെ തന്നെ എന്തായാലും വിശേഷ അവസരങ്ങളിൽ ചെറിയൊരു നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാറുള്ള ദിവസങ്ങളുണ്ട്. കൃഷ്ണനെ സംബന്ധിച്ച് അവതാര ദിവസങ്ങൾ ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ ഒരുപാട് ചെറിയ കർമ്മങ്ങൾ നടക്കാറുണ്ട് അല്ലേ. വീട്ടിൽ കുഞ്ഞിൻ്റെ നൂലുകെട്ട്, അതുപോലെയുള്ള ചെറിയ ഒരുപാട് നേരമൊന്നും ഇല്ലാതെ, അപ്പം അന്ന് എന്തെങ്കിലും അതുപോലെ ആരുടെയെങ്കിലും പിറന്നാൾ വരുന്നു, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കുന്ന ഒരു ശീലമൊന്നും നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഇല്ല. അപ്പോൾ അങ്ങനെ കാര്യത്തിന് ഉപയോഗിക്കാവുന്ന, ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് ഉപയോഗിക്കാവുന്ന, അത് വായിക്കാവുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് കുറേശ്ശെ വായിച്ച് ഇടാമെന്ന് കരുതുന്നു. ഹരി ഓം.